ഹലോ ഗായ്സ്, എ4 തായ്ലൻഡിന്റെ 13ാമത്തെ എപ്പിസോഡാണിത്. ഒരുപാട് വൈകിട്ടാണ് ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതെന്നറിയാം. പക്ഷെ എന്തായാലും തുടങ്ങി വെച്ചത് തീർക്കാമെന്ന് കരുതി. ഇതിന്റെ മുന്നത്തെ എപ്പിസോഡിന് താഴെ കമന്റ് ഇട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ സോറി ഞാൻ ഒരുപാട് വൈകിയതിന്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഗൗരി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കാണുന്നത് കുറച്ചു പേര് ചേർന്ന് അവളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ്. അവൾ ഓടിച്ചെന്ന് അവരെയൊക്കെ തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവള് പറയുന്നതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. റെന്നും ആകെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്. ഗൗരി അവരുടെ അടുത്ത് കരഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതൊന്നും നിർത്തോ, ഇതെന്റെ വീടാണ്, നിങ്ങൾ എന്തിനാ ഈ സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇടുന്നത് എന്നിങ്ങനെ ചോദിക്കാം. അപ്പോഴാണ് അവർ അവളോട് കാര്യമെല്ലാം പറയുന്നത്. ഈ വീടും ഇത് നിൽക്കുന്ന സ്ഥലവും എല്ലാം ഇപ്പോൾ പരമ ഗ്രൂപ്പിന് സ്വന്തമായിത്രേ. അന്നേരം ടൈമിന്റെ അമ്മയുടെ മാനേജർ അങ്ങോട്ട് വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം അവളെ കാണിക്കുകയാണ്. ഇതെല്ലാം ഇപ്പോൾ പരമ ഗ്രൂപ്പിന്റെ കീഴിലാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോവാലാണ്ട് വേറെ വഴിയൊന്നുമില്ല, സോറി എന്ന് പറയാണ്. പാവം ഗോരി ആകെ വല്ലാതാവാണ്. അപ്പണ്ട് ടൈമിന്റെ അമ്മ കോൾ ചെയ്യുന്നു. അവര് ഗോരിയുടെ അടുത്ത്, ഏയ് ഗോരിയ, നിനക്കൊരു കാര്യം അറിയോ, സിംഗപ്പൂരിൽ എന്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ തായ്ലൻഡിൽ തന്നെ കാണും. നിനക്ക് എന്നെ വന്ന് കാണണമെന്നോ എന്റെ അടുത്ത് വന്ന് സംസാരിക്കണമെന്നോ കെഞ്ചണമെന്നോ ഒക്കെ തോന്നുകയാണെന്ന് വെച്ചാ എന്റെ വീടിന്റെ വാതില് നിനക്ക് വേണ്ടി എപ്പോഴും ഓപ്പൺ ആയിരിക്കും കേട്ടോ എന്ന് പറയാണ്. പക്ഷെ അതിനുള്ള മറുപടി ഗോരി ആയിരുന്നില്ല, ടൈമാണ് കൊടുത്തത്. ഗോരി എങ്ങോട്ടേക്കും വരുന്നില്ല. അമ്മ ഇവിടെ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇതിന് മാത്രം ഗോരി എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. എന്നാ അവര് ഭയങ്കര കാഷ്വൽ ആയിട്ട്, മോനെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലേ, ഞാൻ കുറച്ച് സ്ഥലം വാങ്ങി അത്രേ ഉള്ളൂ, പിന്നെ ഞാൻ നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്താ എന്ന് ചോദിക്കുകയാണ്. അവനാകെ ദേഷ്യം വരികയാണ്. അമ്മ ഇപ്പോഴും അമ്മയുടെ തെറ്റ് സമ്മതിക്കുന്നില്ല. ഇതൊരാളുടെ വീടാണ്, അവളുടെ ഫാമിലിയുടെ മെമ്മറീസും ഒരുപാട് സന്തോഷവും എല്ലാം ഇവിടെയുണ്ട്. ആളുകളുടെ ലൈഫ് വെച്ച് എന്തിനാ അമ്മ ഇങ്ങനെ ഒരു ഡേർട്ടി ഗെയിം കളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര്, ലോകം തന്നെ ഒരു വലിയ ബോർഡ് ഗെയിം അല്ലേ മോനെ, ആളുകളാണ് അതിലെ കരുക്കള്. പിന്നെ നീ കോളേജിൽ കാണിച്ച റെഡ് കാർഡ് ഗെയിമിന്റെ അത്രയും വരുമോ ഇത്? ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഗോരിക്ക് ഇപ്പൊ റെഡ് കാർഡ് കൊടുത്തിരിക്കുക. നിന്നെ കൊണ്ട് എന്നെ തടയാൻ പറ്റില്ല, പറ്റുമെങ്കിൽ ജയിച്ച് കാണിക്ക് എന്ന് പറയാണ്. ടൈമിന്റെ അമ്മ ശരിക്കും അവരുടെ അടുത്ത് മല്ലിടാൻ തന്നെ തീരുമാനിച്ചു. ഇനി എന്തൊക്കെയാണാവോ വരാൻ പോകുന്നത്, എല്ലാരും ആകെ ടെൻഷനിലാണ്. അവിടെ കട്ട് ചെയ്താ തായ്മാകെ കലിപ്പായിട്ട് നിൽക്കുകയാണ്. എ4 ഗ്യാങ്ങും ഉണ്ട് അവന്റെ കൂടെ. MJ, ഇവന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ, ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് പറയാണ്. റെന്നപ്പോഴാണ് ന്യൂസ് പേപ്പറിലെ കാര്യം കാണുന്നത്. ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ്. ടൈമിന്റെ അമ്മയുണ്ടല്ലോ, അവരുടെ ആ പരമ ഗ്രൂപ്പിന്റെ പുതിയൊരു ബ്രാഞ്ചോ മറ്റോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് നോക്കി നടത്താൻ പോകുന്നത് തന്റെ മകൻ ടൈമായിരിക്കും എന്ന് പറഞ്ഞ് ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കാം. നമ്മുടെ കോളേജ് ഇപ്പൊ കഴിഞ്ഞല്ലോ, ആന്റി എന്തിനാ ഇത്രയ്ക്ക് ധൃതി കൂട്ടുന്നത് എന്ന് പറയാണ് അവര്. അപ്പണ്ട് കവിൻ അവന്റെ വീട്ടിൽ നിന്ന് കോള് വരുന്നു. അവനവന്റെ അടുത്ത്, ഡാ ഇതവണ ടൈമിന്റെ അമ്മ ഒറ്റയ്ക്കല്ല, നമ്മുടെ വീട്ടുകാരും കൂടെയുണ്ട്, എന്റെ അടുത്ത് ദാ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് വിളിച്ചിരിക്കുക എന്ന് പറയാണ്. അപ്പൊ എന്നവന്റെ അടുത്ത്, അല്ല അതൊക്കെ വിട്, നീ ഗോരിയെ വിളിച്ചോ, അവൾക്ക് എങ്ങനെയുണ്ട്, നീ ഇപ്പൊ അവളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കാം. എനിക്കറിയാം, ഞാൻ അവളോട് പറഞ്ഞതാ, പക്ഷെ അവള് ക്യാനിങ്ങിന്റെ ഒപ്പം നിൽക്കാന്നാ പറഞ്ഞേ, നിനക്ക് അറിയാലോ അവളെ കുറിച്ച്. അപ്പൊ റെന്നും കൂട്ടിട്ട് അവന്റെ അടുത്ത്, ടൈം, ഗോരി നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചാലും അവളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നിനക്കാണ്, നീയാണ് അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ടത്. പിന്നെ ഈ പ്രശ്നം എന്താ വേണ്ടതെന്ന് നീ പറഞ്ഞാൽ മതി, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്താ ഗോരിയെ കാണിക്കാണ്. അവളെ അങ്കിളിന്റെ അടുത്തും ക്യാനിങ്ങിന്റെ അടുത്തും നടന്നതൊക്കെ പറയാണ്. അവരും, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗോരി സമാധാനിപ്പിക്കുകയാണ്. പിന്നെ അങ്കിളുടെ കടയിൽ ഒരു റൂം ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, അപ്പൊ നിനക്ക് വേണേ ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്കിൾ അത് ഗോരിക്ക് ഓഫർ ചെയ്യാണ്. പക്ഷേ ഇല്ല അങ്കിൾ, ഇതൊന്നും വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗോരി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്കിൾ അവളുടെ അടുത്ത്, എന്താ മോളെ ഇത്, നിങ്ങൾ രണ്ടുപേരും ഞാൻ എന്റെ എംപ്ലോയീസ് ആയിട്ട് മാത്രമാണോ കാണുന്നത്, നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയല്ലേ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത്, നീ ഒന്നും പറയാതെ ഇവിടെ തന്നെ ഇരിക്കാൻ നോക്ക് എന്ന് പറയാണ്. അതെ, ഇക്കാര്യത്തിൽ നീ ഒറ്റയ്ക്കല്ല ഗോരിയ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്, നീ അങ്കിള് പറഞ്ഞത് കേൾക്കാൻ നോക്ക് എന്ന് ക്യാനിങ്ങും പറയാണ്. അപ്പണ്ട് ഇതേയും കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ക്യാനിങ്, അങ്ങനെ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ടൈം അങ്ങോട്ട് കയറി വരികയാണ്. ടൈം മാത്രമല്ല, കൂടെ അവന്റെ ഗ്യാങ്ങും ഉണ്ടായിരുന്നു. അവനവന്റെ അടുത്ത്, നോക്ക് ഗോരിയ, നീ ഒറ്റയ്ക്കല്ല, അതാദ്യം മനസ്സിലാക്ക്, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്, ഇങ്ങനെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് തലക്കെടുത്ത് വെക്കണമെന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. ഗൗരിക്കാകെ സന്തോഷമാവുന്നു. പിന്നീട് അവരെല്ലാരും കൂടി ചേർന്ന് അവൾക്ക് വേണ്ടി ആ റൂം മൊത്തം ഒരു നല്ല ബെഡ്റൂം ആക്കിയിട്ട് സെറ്റ് ചെയ്യാണ്. എന്ത് രസാല്ലേ, ഇതേപോലത്തെ ഒരു ലവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ നമ്മളീ തേടി വന്നിരുന്നെങ്കിൽ. വാവ്. ഓക്കെ, അങ്ങനെ ഗൗരിയും ടൈം ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക. ഇനിയിപ്പോ എന്താ അടുത്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ടൈം, അറിയില്ല, എന്തായാലും കുറച്ച് നാളത്തേക്ക് വീട്ടിലേക്കില്ല, ഇപ്പൊ എന്ത് പറഞ്ഞാലും അമ്മയുടെ തലയിൽ കയറാൻ പോണില്ല, കുറച്ച് ദിവസം ഞാൻ എന്തായാലും ഫ്രണ്ടിന്റെ കൂടെ തങ്ങാന്നാ വിചാരിക്കുന്നത് എന്ന് പറയാണ്. ഗൗരി അവന്റെ അടുത്ത്, ടൈം, നിന്റെ അമ്മ എന്തെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അതറിയില്ല, പക്ഷെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്നാ അമ്മയുടെ അടുത്ത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഞാനാണോ അമ്മയാണോ ആദ്യം തോൽവി സമ്മതിക്കാൻ പോണെന്ന് കാത്തിരുന്നെന്നെ കാണണം എന്ന് പറയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ തകർന്നിരുന്നു. എനിക്ക് എന്താ ചെയ്യുക ഏതാ ചെയ്യാന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും വന്നപ്പോഴാണ് എനിക്കാകെ ധൈര്യമായത്. താങ്ക് യു ടൈം എന്ന് പറയാണ്. അപ്പോൾ ചിരിച്ചിട്ട്, നീ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്ക്, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ എന്ന് പറയാം.
എന്നിട്ട് അവളോട് അല്ല ഈ താങ്ക്സ് പറഞ്ഞത് താങ്ക്സ് മാത്രമേ ഉള്ളൂ, ഞാൻ വേണേ നിന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും കൂടി തരട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഫ്ലൈറ്റ് ചെയ്യാണ്. എടാ നിന്റെ തലകയിൽ എപ്പോഴും ഈ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗൗരി ടൈമും കൂടി ഇങ്ങനെ ചെറുതായിട്ട് വഴക്കിടുക. അങ്ങനെ രണ്ടുപേരും ഒന്ന് പയ്യെ റൊമാൻറ്റിക് ആയിട്ട് വരായിരുന്നു. പക്ഷെ നമ്മുടെ കമ്മിറ്റഡ് ഫ്രണ്ട്സ് ഇങ്ങനെ ക്ലോസ് ആകുമ്പോൾ സിംഗിൾ ഫ്രണ്ട്സ് വേണ്ട ഇടയ്ക്കൊരു അലമ്പുണ്ടാക്കാൻ എപ്പോഴും അത് തെറ്റിച്ചില്ല. അതേ പിറകിൽ നിൽക്കുക മൂന്നെണ്ണും. MJ അവൻ്റെ അടുത്ത് അയ്യോ തായ്മ ഇത്രയ്ക്കൊക്കെ വലുതായോ ആഹാ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. ഇവന്മാര് സമ്മതിക്കില്ല. ഗോരി നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇവരുടെ കാര്യം ഒന്ന് ശരിയാക്കിയിട്ട് വരാട്ടാ നിക്കടാ എന്ന് പറഞ്ഞിട്ട് തായ്മ അവരുടെ പുറകെ പോവാ. പാവം എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ തൈമിന്റെ വീട് കാണിക്കുകയാണ്. തൈമിന്റെ അമ്മയുണ്ടല്ലോ ആന്റി യുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. തൈമിനെയും ഗോരേനെയും അവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 30 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ലോയൽ ആയിട്ടുള്ള എംപ്ലോയിയാണ്. എന്നിട്ടും തന്റെ ജോലി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരെ ഫയർ ചെയ്യുന്നത്. അവര് തൈമിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയാണ്. പക്ഷെ തൈമിന്റെ അമ്മ അതുകൊണ്ടൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവര് തൈമിന്റെ അക്കൗണ്ട് മൊത്തം ഫ്രീസ് ചെയ്തു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അവന്. MJയും കവിനും ഈ കാര്യങ്ങളൊക്കെ ഗോരിയും അറിയിക്കുകയാണ്. ബിസിനസ് ലോകത്ത് മൊത്തം അവര് തൈമിനെ കൈവിടാൻ പോവുകയാണ് എന്നുള്ളൊരു ന്യൂസും റൂമറായിട്ട് ഇങ്ങനെ പരക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് തൈമിന്റെ അവ ഇത്രയും കടന്നകൈ ചെയ്യുന്നത് എന്ന് പറയാണ്. ഗോരി ആകെ ഒന്ന് ടെൻഷൻ ആവുകയാണ്. അപ്പണ്ട് താഴേന്ന് അങ്കിൾ ഗാർഡ് നിലവിളി കേൾക്കുന്നു. അവര് വേഗം ഓടി താഴേക്ക് ചെല്ലാണ്. കുറച്ച് ആളുകൾ ചേർന്ന് അവരുടെ കടയെ ആക്രമിക്കുകയും അത് ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യായിരുന്നു. അവരെല്ലാരും ചേർന്ന് ആ ആളുകളെ തടയാൻ ശ്രമിക്കുകയാണ്. അപ്പതേ കാനിങ്ങിന് ഒരു കോള് വരുന്നു. അവളുടെ അച്ഛനെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒന്നും പറയാതെ പിരിച്ചുവിട്ടത്രേ. എല്ലാം തൈമിന്റെ അമ്മയുടെ കളിയായിരുന്നു. ഗൗരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. താൻ കാരണം താൻ സ്നേഹിക്കുന്ന ഇത്രയും പേര് പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ്. എല്ലാം താൻ കാരണമാണ്. താൻ ഒരാളെ തോൽപ്പിക്കാനായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മതിയാക്കണം എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഗൗരി അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവിടെ കട്ട് ചെയ്ത തൈമിനെയും റെന്നിനെയും കാണിക്കുകയാണ്. നിന്നെയും ഗോരിയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നിന്റെ അമ്മ താർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാനാ തൈം വിചാരിക്കുന്നേ എന്നിങ്ങനെ റെൻ ചോദിക്കുക. അപ്പോഴാണ് അവൻ ആൻറ്റിയു അവനെ കാണാൻ വന്നപ്പോൾ അവനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നത്. ടൈം, നിന്റെ അമ്മ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആ നിന്നെയും ഗോരിയും എന്തായാലും വേദനിപ്പിക്കും. പക്ഷെ അതൊന്നും നിന്നെ തളർത്തരുത്. എപ്പോഴും ഓർക്കുക, നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഇപ്പോഴീ അനുഭവിക്കുന്ന വേദനയെല്ലാം നീ നിന്റെ കരുത്തായിട്ട് മാറ്റുക. എനിക്ക് ഉറപ്പാണ് ഇതെല്ലാം ഗോരിയെ കൂടുതൽ സ്ട്രോങ് ആക്കിയേ ചെയ്യുള്ളൂ എന്ന് പറയാണ്. അവര് പറഞ്ഞത് ശരിയായിരുന്നു. അവിടെ കട്ട് ചെയ്ത ഗോരിയെ കാണിക്കാണ്. അവള് നേരെ വന്നത് തൈമിന്റെ അമ്മയുടെ അടുത്തേക്കായിരുന്നു. ഗോരിയെ കണ്ടതും അവര് നീ എൻ്റെ അടുത്തേക്ക് വരുന്ന എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് വരുന്ന വിചാരിച്ചില്ല. എന്താ നിന്റെ മനസ്സ് മാറിയോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയെല്ലാം ഞാൻ നിങ്ങളെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കറിയാം എന്നെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ ഒരുപാട് ക്ലെവറാണ്. നിങ്ങളോട് പൊരുതി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ നീ എന്താ തീരുമാനിച്ചത്? ഞാൻ തൈമിനെ വിട്ടു പോയിക്കോളാം. അതിന് പകരമായിട്ട് നിങ്ങളിപ്പോ ചെയ്തതെല്ലാം പഴയപടിയാക്കണം. ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ലൈഫ് പഴയ പോലെ ആക്കണം. അപ്പൊ തൈമിന്റെ അമ്മ കുഴപ്പമില്ലല്ലോ, നീ കാര്യങ്ങൾക്ക് വേഗം മനസ്സിലാക്കുന്ന കൂട്ടത്തിലാ അല്ലേ? എന്ന് വെച്ചാ നിങ്ങൾ രണ്ടുപേരും തോറ്റെന്നാണോ എന്ന് ചോദിക്കാം. ഗോരിയുടനെ തൈം ജയിക്കും എന്ന് പറയാണ്. എന്ത്? സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നിങ്ങളെ എനിക്ക് മുൻപേ പരിചയമുള്ള പോലെ തോന്നിയിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി നിങ്ങൾക്കും തൈമിനും ഒരുപാട് സാമ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഈ തൈമല്ല, പണ്ടത്തെ ആ പഴയ തൈം. ജയിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന, ആളുകളുടെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ടൈം. എന്നാൽ അവൻ ഇന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു. ഒരുപാട് ആളുകളെ കാണുകയും ജീവിതം എന്തെന്ന് പഠിക്കുകയും മനുഷ്യനെയും മനുഷ്യത്വത്തെയും മനസ്സിലാക്കുകയും ചെയ്തു. ഇനിയൊരിക്കലും അവൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറില്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഒരിക്കലും ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിലും അവൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഈ ബിസിനസ്സും കുടില തന്ത്രങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ടൈമായിട്ട് അവൻ ഇനി ഒരിക്കലും മാറില്ല. ടൈമിന്റെ അമ്മ ആകെ സൈലന്റ് ആയി. അവര് ഗോരിയോട് നിന്നെ എല്ലാവർക്കും എന്താ ഇത്ര കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. നീയാള് നല്ല കുട്ടി തന്നെയാ. പിന്നെ ഇതൊക്കെ അതെങ്ങനെ വന്ന് അവസാനിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അതിന് മുന്നായിട്ട് ഞാൻ ചെയ്തതെല്ലാം വീണ്ടും പഴയ പോലെ ആക്കുന്ന ഞാൻ നിനക്ക് വാക്ക് തരാം. എൻ്റെ അടുത്ത് ക്ഷമിക്കുക ഗോരി, എന്നെ വലിയ തെറ്റാ ചെയ്തത്. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അവരുടെ വാക്കുകളിൽ വന്ന മാറ്റം ഗോരിയെ കൺഫ്യൂസ് ചെയ്യാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവരവളുടെ അടുത്ത് നീ ഈ കാര്യം അറിഞ്ഞേ മതിയാവൂ. ഇത് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. ടൈമിന്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ള കാര്യം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ആ സീന് കട്ടാകാണ്. പിന്നീട് അവള് തൈമിന്റെ വീട്ടിൽ നിന്ന് മടങ്ങാണ്. അവള് ഫോണെടുത്ത് നോക്കുമ്പോൾ തൈമിന്റെ അടുത്ത് നിന്ന് ഒരു 100 കോളുകൾ വന്നിട്ടുണ്ട് അവൾക്ക്. അവള് വേഗം അവളെ തിരിച്ചു വിളിക്കുകയാണ്. ടൈമാണെങ്കിൽ പാവം, ഗോരി നിനക്ക് എന്ത് പറ്റി? നീ എവിടെയായിരുന്നു? എന്ത് കോൾ എടുക്കാത്തത്? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അവൻ ആകെ പേടിച്ചിരുന്നു.
അവളവൻ്റെ അടുത്ത് ടൈം നീ പേടിക്കല്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെയാണ്, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് വിചാരിച്ച് ടൈം ഒന്ന് ടെൻഷൻ ആവാണ്. പിന്നീട് അവിടെ കട്ട് ചെയ്ത ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഡേറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പാർക്കിൽ അവർ വന്ന് മീറ്റ് ചെയ്യാണ്. ടൈം ഗോരിയെ കണ്ടതും നിന്റെ മുഖത്തിന് എന്ത് പറ്റി, എന്തെങ്കിലും വല്ലാണ്ടിരിക്കുന്നേ, അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ, നീ എന്തിനാ അമ്മയെ കാണാൻ പോയേ എന്ന് ചോദിക്കാം. അപ്പൊ അവള് അതൊക്കെ വലിയ കഥയാ, ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നമ്മുടെ കാര്യം സംസാരിച്ചു, നിനക്കിതിനോടൊന്നും താല്പര്യമില്ലെന്നും അമ്മയുടെ മാർഗത്തിലേക്ക് നീ ഒരിക്കലും വരില്ലെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ട് 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 അമ്മയ്ക്ക് അത് മനസ്സിലായി, നമ്മളുടെ അടുത്ത് ഇനി ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല എന്നാ പറഞ്ഞത് എന്ന് പറയാണ്. അത് കേട്ടതും ടൈമിനാകെ സന്തോഷമാകാണ്. അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. നീ ഒരുപാട് ടയേർഡായി കാണുമല്ലോ, ഇത്രയ്ക്ക് വലിയ കാര്യങ്ങളൊക്കെ എന്തിനു ഒറ്റയ്ക്ക് ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗോര്യ ശരി ശരി വാ, പാർക്ക് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആകാറായില്ലേ, നമുക്ക് അകത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് ടൈമിന് ഇങ്ങോട്ട് അകത്തേക്ക് ചെല്ലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഗൗരി അവൻ്റെ അടുത്ത്, ടൈം ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, എന്തായിരിക്കും നീ ചെയ്യുക, എങ്ങനെയായിരിക്കും നിന്റെ ഫ്യൂച്ചർ ഉണ്ടാവുക എന്നൊക്കെ എന്ന് ചോദിക്കുക. ഇതൊക്കെ എന്നിട്ട് നീ ഇപ്പൊ ചോദിക്കുന്നേ? ഞാൻ എന്തായാലും ചിന്തിച്ചിട്ടുണ്ട്. എന്റെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ പരമ ഗ്രൂപ്പ് ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നുണ്ടാവും, പക്ഷെ കൂടെ നീയും ഉണ്ടാവും. ആൻഡ് അതൊരിക്കലും എന്റെ അമ്മയുടെ രീതി അനുസരിച്ചായിരിക്കില്ല. പരമ ഗ്രൂപ്പ് പണത്തേക്കാൾ കൂടുതൽ ആളുകൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ഈ ഒരു ഐഡിയ എല്ലാം എനിക്ക് നിന്റെ അടുത്തുനിന്ന് കിട്ടിയത് ഗോര്യ എന്ന് പറയാണ്. അന്നേരം ഗോര്യക്ക് ടൈമിന്റെ അമ്മ അവളോട് പിന്നീട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. അവരും ഇതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. ടൈം എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ട്, എന്നാലും അവനിൽ എനിക്കൊരു പ്രതീക്ഷ കാണുന്നുണ്ട്. അവൻ എന്തായിരിക്കും വന്ന് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്റെ ഗസ് ശരിയാണെങ്കിൽ അവൻ പരമ ഗ്രൂപ്പിനെ തന്നെ റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല, അത് ടൈമിനും അറിയാം. ഈ ഒരു ബിസിനസ് ലോകത്തില് ടൈം വെറും ഒരു കുഞ്ഞാണ്. മാത്രമല്ല ഇപ്പൊ പരമ ഗ്രൂപ്പിന് ഒരുപാട് എനിമീസ് ഉണ്ട്. ടൈം കളത്തിൽ ഇറങ്ങിയാൽ തന്നെ അവന്റെ ചുറ്റുമുള്ള ശത്രുക്കള് അവനെ ക്രഷ് ചെയ്യാൻ ഒരു നിമിഷം പോലും ആലോചിക്കില്ല. അതുകൊണ്ട് തന്നെ ടൈം കൂടുതൽ സ്ട്രോങ് ആകണം. അവന്റെ ശത്രുക്കളെയെല്ലാം അവന്റെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ അവനെ കൊണ്ട് കഴിയണം. ഇതിനെല്ലാം ഒരുപാട് സമയം വേണം. ഇവിടെ ഗോരി ടൈമിന്റെ അടുത്ത്, അതിന് നീ പറയുന്ന പോലെയെല്ലാം ചെയ്യാൻ നിന്റെ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കാം. അപ്പൊ അവൻ അമ്മ എന്തായാലും സമ്മതിക്കില്ല, പക്ഷെ ഒരു നാള് അമ്മയ്ക്ക് എന്തായാലും റിട്ടയർഡ് ആവേണ്ടി വരും. അന്നേരം ഈ കമ്പനിയെല്ലാം എന്റെ അണ്ടറിലാവും. അപ്പൊ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഈ കമ്പനി റൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊന്നും അത്ര ഈസി അല്ല കേട്ടോ, ആരും നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ നീയും എപ്പോഴും എന്റെ കൂടെയുള്ളിടത്തോളം കാലം ഇത്തിരി വൈകിയാണെങ്കിലും ഇതെല്ലാം സാധ്യമാവും, അതെനിക്ക് വിശ്വാസമാണ്. ടൈം മനസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെ കരുതുള്ളൂ എന്ന് അവന്റെ അമ്മയ്ക്കും അറിയാം. ഞാൻ റിട്ടയർ ആവാൻ ഇനിയും 10-15 വർഷമുണ്ട് എന്നാണ് എന്റെ മോൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അവൻ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാനായിട്ട് ഒരുപാട് സമയമുണ്ടെന്നും. എന്നാൽ അങ്ങനെയല്ല, സമയം അത് വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഗൗരിയുടെ അടുത്തേക്ക് കുറച്ച് പേപ്പറുകൾ കൊടുക്കുകയാണ്. എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ, ഇത് ടൈമിന്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള പേപ്പേഴ്സാണ്, നീ ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറയാണ്. അതിലവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ആയിരുന്നു. അത് വായിച്ച ഗോര്യ ആകെ ഞെട്ടാണ്. ടൈമിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അതും പെട്ടെന്നൊന്നും ഗുണപ്പെടുത്താൻ കഴിയാത്ത ഒന്ന്. എത്രയൊക്കെ മെഡിക്കൽ സപ്പോർട്ട് കൊടുത്താലും കുറച്ചു കാലം മാത്രമേ അവർക്ക് ജീവിക്കാനാവുള്ളൂ. അവരൊരുപാട് ഇമോഷണൽ ആവുകയും ഗോര്യയുടെ അടുത്തേക്ക് എൻജോയ് ചെയ്യാണ്. ഞാനൊരു CEO ആയിട്ടല്ല, ടൈമിന്റെ അമ്മയായിട്ടാ പറയുന്നത്. ഗോര്യ, നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അവര് മരിച്ചു കഴിഞ്ഞു വെച്ചാൽ ടൈമിന് ഈ പരമ ഗ്രൂപ്പ് ലീഡ് ചെയ്യാനും അവന് തന്നെ സ്വയം സർവൈവ് ചെയ്യാനും ഒരുപാട് കഷ്ടപ്പെടും. പക്ഷെ അതൊക്കെ അതിജീവിക്കണമെങ്കിൽ പഴയ ടൈമിനെ കൊണ്ട് സാധിക്കുള്ളൂ. അതായത് ആ കോൾഡ് ആയിട്ടുള്ള, ജയിക്കാൻ വേണ്ടി ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്ത ആ പഴയ ടൈം. അവര് ഗോരിയുടെ അടുത്ത് ടൈമിനെ വീണ്ടും പഴയ പോലെയാക്കാൻ അത് നിന്നെ കൊണ്ട് സാധിക്കുള്ളൂ. അവന്റെ ഹൃദയം വീണ്ടും കല്ലാക്കുക ഗോര്യ, അതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല, പ്ലീസ് അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഗോരിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. പാവം ഗോര്യ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവളും ആകെ വിഷമിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത ഗോരിയും ടൈമിനെയും കാണിക്കുകയാണ്. നല്ല മഴയ്ക്കുള്ള മട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് പാറാനും തുടങ്ങി. ടൈം അവളുടെ അടുത്ത്, ഗോരി ഇതാ മഴ പെയ്യാൻ തുടങ്ങി, നമുക്ക് വേഗം പോവാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഗോരി ആകട്ടെ ടൈമിന്റെ അമ്മ പറഞ്ഞതെല്ലാം ഓർത്ത് ആകെ വറീഡായിട്ട് നിൽക്കുകയാണ്. നിനക്ക് എന്താ പറ്റിയേ, നീ ഒന്നും കേൾക്കുന്നില്ലേ, വാ ഗോരിയ എന്ന് പറഞ്ഞ് ടൈം അവളുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പൊ ഗോരി അവന്റെ അടുത്ത്, ടൈം എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറയാണ്. അത് കേട്ട് ടൈം ആകെ വല്ലാതാകാണ്. നീ എന്തൊക്കെയാ പറയുന്നത്, ബ്രേക്കപ്പോ, എന്താ ഇതൊക്കെ എന്റെ അമ്മ കാരണമാണോ, അവർ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്, അവർ നിന്നെ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഗോരിയ, അങ്ങനൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും നമ്മൾ പിരിയും തന്നെ നല്ലത്, അത് നിനക്കും എനിക്കും എല്ലാവർക്കും നല്ലത്, നമ്മൾ സെറ്റ് ആവില്ല എന്ന് പറയാണ്. ടൈമിന് നല്ല ദേഷ്യം വരികയാണ്. നീ കളിക്കേണ്ട കാര്യം പറയാൻ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. നിന്റെ അമ്മ എനിക്കൊരു ചെക്ക് തന്നു, വലിയൊരു എമൗണ്ടിന്റെ ചെക്ക്, അത് തന്നെയാണ് റീസൺ എന്ന് പറയാണ്. ടൈം ചിരിക്കുകയാണ്. എന്ത്, എന്റെ അമ്മ നിനക്ക് ചെക്ക് തന്നു,
തന്നു, അത് വലിയൊരു എമൗണ്ട്. അത് വാങ്ങിച്ചിട്ട് നീ എന്നെ പിരിയാൻ സമ്മതിച്ചെന്നോ? ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ? എന്താ ഗൗരി അത് എന്ന് പറയാണ്. പക്ഷെ ഗൗരിയ അതിൽ നിന്ന് പിന്മാറിയില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതന്നെ സത്യം. ഞാൻ നിന്റെ കൂടെ കൂട്ടുകൂടിയത് തന്നെ നിന്റെ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാണ്. ടൈമിൽ നല്ല ദേഷ്യം വരികയാണ്. ഗൗരി ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എവിടേക്ക് പറഞ്ഞു പോകുന്നത്? എനിക്ക് നിന്നെ അറിയില്ലേ? എന്റെ അമ്മ നിന്റെ മുന്നിൽ കോടികൾ കൊണ്ടുവന്ന് കൊട്ടിയാലും നീ അതൊന്നും 1 രൂപ പോലും എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ സ്നേഹിച്ച ഗൗരി അങ്ങനെയാണ് എന്ന് പറയാണ്. പക്ഷെ ഗൗരി ഉണ്ടല്ലോ അവനെ ഒരുപാട് ഹേർട്ട് ചെയ്യാണ്. അതൊക്കെ ഞാൻ നിന്റെ അടുത്ത് കാണിച്ച അഭിനയമായിരുന്നു തായം. നിന്റെ അടുത്ത് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോളേജിൽ വെച്ച് നിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയതും നിന്നെ ചവിട്ടിയതും പിന്നീട് ഈ പാവത്തെ സ്വഭാവം കാണിച്ചതും. എന്നാലല്ലേ നീ എന്റെ അടുത്ത് അട്രാക്ട് ആകുകയും എന്നെ പ്രേമിക്കാൻ തുടങ്ങുകയും ചെയ്യുള്ളൂ. നിന്നെ കിട്ടിയാ പിന്നെ ഞാനും കോടീശ്വരയായില്ലേ? അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം എന്ന് പറയാണ്. നീ ഒരു മണ്ടനായതുകൊണ്ടാ എല്ലാം വിശ്വസിച്ചത്. പിന്നെ ഇപ്പൊ കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ട് പോകാൻ തുടങ്ങി. എന്റെ വീട് വരെ നഷ്ടമായി. ഇനിയും ഞാൻ നിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് കഷ്ടപ്പെടാനൊന്നും വയ്യ. എന്റെ അടുത്ത് ക്യാഷ് കിട്ടിയാൽ മതി. അത് നിന്റെ അമ്മ ഓഫർ ചെയ്യുകയും ചെയ്തു. അതങ്ങ് മേടിച്ച് നിന്റെ അടുത്ത് ബ്രേക്കപ്പും ചെയ്താ എന്റെ കാര്യം ഓവർ എന്നങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാണ്. പാവം ടൈമിനെ സഹിക്കാനായില്ല. അവൻ ഭയങ്കര ഇമോഷണൽ ആവാണ്. ഗൗരി നീ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ സത്യമല്ലെന്ന് പറ. നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്കറിയാം. എന്തിനെങ്ങനെ എന്റെ അമ്മ പറഞ്ഞത് കേട്ട് നീ ഓരോന്ന് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനാകെ കരയാൻ തുടങ്ങി. ടൈമിന്റെ അവസ്ഥ കണ്ട് അവൾക്ക് ഒരുപാട് വിഷമമുണ്ടെങ്കിലും അവൾ അതെല്ലാം ഉള്ളിൽ പിടിച്ചു കെട്ടിയിട്ട്, ടൈം നീ ശരിക്കും മണ്ടനാണോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും നിന്റെ തലക്കകത്ത് കയറിയില്ലേ? ഞാൻ അതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാ ചെയ്തത്, മനസ്സിലായോ? ഇതും കൂടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിൽ അവൻ കെട്ടിക്കൊടുത്ത ആ മാലയുണ്ടല്ലോ അത് ഊരി അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കാണ്. അവനാകെ തകർന്നു പോയി. അവൻ ആ മാല അവിടെ വലിച്ചെറിയുകയും കരഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്യാണ്. അവിടെ കട്ട് ചെയ്ത അടുത്ത ദിവസം കാണിക്കുകയാണ്. ഗൗരിയെ സിറ്റി വിട്ട് അവളുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും അടുത്തേക്ക് ഗ്രാമത്തിലേക്ക് പോവാണ്. അന്നേരം റെയിൽവേ സ്റ്റേഷനിൽ അവളെ കാണാനായിട്ട് ആൻഡ് യു അങ്ങോട്ട് വരാണ്. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതുകൊണ്ട് തന്നെ ആൻഡ് യുവിനെ ഗൗരി ആവശ്യപ്പെട്ടതുപോലെ തിരിച്ച് ജോലിയിലേക്ക് എടുത്തിരുന്നു. ഗൗരി അവരോട് യാത്ര പറയാണ്. അവർ ഗൗരിയോട് നിനക്ക് എന്താ പറ്റിയത്? എനിക്കറിയാവുന്ന ഗൗരി എങ്ങനെയല്ല, ഇത്രയും പെട്ടെന്ന് തോൽവി സമ്മതിക്കില്ല. എന്തായാലും നീ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും എന്ന് പറയാണ്. അങ്ങനെ ഗൗരി അവിടെ നിന്ന് യാത്രയാവുന്നു. ടൈമിന്റെ ഒരു കൂട്ടം നല്ല ഓർമ്മകളുമായിട്ട്. അവിടെ കട്ട് ചെയ്ത ടൈമിന്റെ അമ്മയെ കാണിക്കുകയാണ്. അവരുടെ മാനേജർ അവരുടെ അടുത്ത് വന്ന്, മാഡം ഗൗരിയെ സിറ്റി വിട്ട് പോയി കഴിഞ്ഞു. പിന്നെ ടൈം സാറിന്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, സിംഗപ്പൂർ ചെല്ലണം എന്നായിരുന്നു എന്ന് പറയാണ്. ഉടനെ ടൈമിന്റെ അമ്മ അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുണ്ടായിരുന്ന മെഡിക്കൽ റിപ്പോർട്ട്, അതായത് ഗൗരിക്ക് അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ മെഡിക്കൽ റിപ്പോർട്ട് കത്തിച്ച് നശിപ്പിച്ച് കളയണം. എന്ന് വെച്ചാൽ ആ മെഡിക്കൽ റിപ്പോർട്ട് മൊത്തം ഫേക്ക് ആയിരുന്നിരിക്കണം. അവർക്ക് ക്യാൻസറും ഒരു കുന്തവുമില്ല. അവര് വിചാരിച്ച പോലെ തന്നെ എല്ലാ പ്ലാനും നടന്നു. ഗൗരി കാനിങ്ങിനോടും അങ്കിളിനോടും പോലും പറയാതെ അവിടം വിട്ടു പോയി. ടൈമാണെങ്കിൽ എഫോറിന് പോലും നേരെ കോണ്ടാക്ട് ചെയ്യാതെ അവന്റെ ബിസിനസ്സിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഇപ്പൊ അങ്ങനെ ഇവിടെ സീൻ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് 1 വർഷത്തിന് ശേഷമാണ്. സോ ഇതിനുശേഷം എന്തൊക്കെയാണ് ഉണ്ടായത്, ഓരോരുത്തരുടെയും ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നോക്കാം. എംജെയും കവിനും ഇപ്പോഴും അതേപോലെ തന്നെ രണ്ടുപേരും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ഫാൻ ഗേൾസും അവരുടെ എഫേർട്ട് ചാമും എല്ലാം ഒരുപോലെ തന്നെ. കാനിങ്ങുമായിട്ടും അങ്കിൾ ഗായുമായിട്ടും എല്ലാം അവരിപ്പോഴും നല്ല കമ്പനിയാണ്. അവരുടെ ഫ്ലവർ ഷോപ്പിൽ ഈ വർഷത്തെ സെയിലൊക്കെ നല്ല ഗംഭീരമായിട്ട് പോയതുകൊണ്ട് ഒരു ചെറിയ സെലിബ്രേഷൻ പാർട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ എംജിയും കവിനും കൂടിയിട്ട് അങ്കിളിന് എന്തെന്നൊരു ഗിഫ്റ്റ് കൊടുത്തത് ഒരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്. ഇവരെന്ത് ചെയ്താലും കുറച്ച് വലുതായിട്ടാണല്ലോ ചെയ്യുക. എല്ലാവർക്കും എന്തായാലും സന്തോഷമാവാണ്. പിന്നെ ഈ മൊമെന്റ്സിലൊക്കെ ഗൗരിയും കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴും വിഷമമുണ്ട്. ഗൗരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശരിക്കുള്ള നാട് ഏതാണെന്ന് കാനിങ്ങിനും അറിയില്ലായിരുന്നു. അവൾ കൂടെയുള്ള ടൈമിലൊന്നും ആ ഗ്രാമത്തിന്റെ പേരെന്താന്ന് ചോദിക്കാത്തതിൽ അവൾക്ക് ഇപ്പോഴും വിഷമമാണ്. ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് കാനിങ്ങിന്റെ അടുത്തും ഗൗരി ഒരു കോണ്ടാക്റ്റിലും ഇല്ല. അവൾ കവിന്റെ അടുത്ത് ബാക്കിയുള്ളവരൊക്കെ അവരെ കുറിച്ചൊക്കെ എന്താ വിവരം എന്ന് ചോദിക്കുന്നത്. അപ്പൊ കവൻ, ടൈം അവന്റെ കാര്യം വിട്ടേക്ക്, അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ റെന്ന്, അവനാണെങ്കിൽ എപ്പോഴും യാത്രകളില, ഏതെങ്കിലുമൊക്കെ ഉൾഗ്രാമങ്ങളിൽ ഉണ്ടാവും എന്ന് പറയാണ്. കുറെ കാലമായിട്ട് റെന്നും ഗൗരിയെ തിരക്കിയുള്ള യാത്രയിലാണ്. ഓരോ റൂറൽ ഏരിയകളിൽ ചെല്ലുകയും ഗൗരിയുടെ ഫോട്ടോ കാണിച്ച് അവൾ അന്വേഷിക്കുകയും ചെയ്യാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത ടൈമിനെ കാണിക്കുകയാണ്. അവന്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനും ബിസിനസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അതും അവരാഗ്രഹിച്ച അവരുടെ രീതിയിൽ. തുടക്കത്തില് അവരുടെ കമ്പനി ബോർഡിന്റെ ഒരു മീറ്റിംഗ് കാണിക്കുകയാണ്. അവരുടെ ഏതോ ഒരു ബിസിനസ്സിൽ മാത്രം വലിയ ഗ്രോത്ത് കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള ടീമിനെ മൊത്തം ഫയർ ചെയ്തിട്ട് പുതിയ ടീമിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറയാണ്. എന്നാൽ ഒരുപാട് കാലമായിട്ട് അവരുടെ കമ്പനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. ഒരു ചെറിയ തകർച്ച വരുമ്പോഴേക്കും അവരെ മൊത്തത്തിൽ അങ്ങ് ഫയർ ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമല്ലല്ലോ. ഇത്രയ്ക്ക് വലിയ തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ആകെ നെട്ടാണ്. പക്ഷെ ടൈമിന്റെ അമ്മ അവർക്കാകെ പ്രൗഡ് ഫീൽ ആയിരുന്നു ടൈമിനെ കുറിച്ച്. ഇങ്ങനെയൊക്കെയാണ് ഈ ബിസിനസ് രംഗത്ത് കളിക്കാൻ പറ്റുള്ളൂ എന്ന മനോഭാവമാണ് അവർക്ക്. പിന്നെ ടൈമിന്റെ ചേച്ചി അവർക്കും ആകെ കഷ്ടം തോന്നി ടൈമിന്റെ അടുത്ത് പോയിട്ട് നീ ചെയ്യുന്നൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ട്.
പക്ഷെ തായ്മ അവളുടെ അടുത്ത് നമ്മളെ കമ്പനിയിൽ എംപ്ലോയീസിനെ വെക്കുന്നത് കമ്പനിക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാ, അല്ലാണ്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല. അവരെ വെച്ചിട്ട് ഇവിടെ ഒരു ഗുണം ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ ഫയർ ചെയ്യലാണ്ട് വേറെന്താ ചെയ്യേണ്ടത്? എന്തായാലും അമ്മ ഗ്രീൻ സിഗ്നൽ തന്നു കഴിഞ്ഞു എന്ന് പറയാണ്. അവൾക്കാകെ വിഷമമാകുകയാണ്. നീ ആകെ മാറിപ്പോയി തായും. ഗോരിയോടൊപ്പം നീ ഉണ്ടായിരുന്നപ്പോ എത്ര നല്ലവനായിരുന്നെന്നോ. എനിക്ക് ആ തായ്മിനെയായിരുന്നു ഒരുപാട് ഇഷ്ടം എന്ന് പറയാണ്. എന്നാൽ ഗോരിയുടെ പേര് കേട്ടതും തായ്മിനാകെ ദേഷ്യം വരികയാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ ടിയ, ഞാനെല്ലാം കെയർഫുൾ ആയിട്ട് തന്നെ ഡിസിഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് അലറുകയാണ്. അന്നേരം അവന്റെ അമ്മയകത്തേക്ക് വന്നിട്ട് തായ്മ പറയുന്നതിൽ എന്താ തെറ്റിട്ടിയ, നീ എന്തിനാ അനാവശ്യ കാര്യങ്ങളൊക്കെ അവനെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് തായ്മനെ സപ്പോർട്ട് ചെയ്യാണ്. അവിടെ കട്ട് ചെയ്താ അടുത്ത സീനിൽ റെന്നിനെ കാണിക്കുകയാണ്. അവനിപ്പോ പെച്ചാബുരി എന്ന് മറ്റുള്ള ഒരു ഗ്രാമത്തിലാണ്. എം ജെ അവനെ കോൾ ചെയ്തിട്ട് റെൻ നീ ഇപ്പൊ എവിടെയാ ഉള്ളത്, നീ എപ്പോഴാ തിരിച്ചു വരുന്നേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കാം. നമ്മളെല്ലാരും അവളെ ഒരുപാട് അന്വേഷിച്ചതല്ലേ, സോഷ്യൽ മീഡിയ പോലും അവൾ ആക്റ്റീവ് അല്ല. നീ ഇനിയും ഇങ്ങനെ അലഞ്ഞ് നടക്കല്ലേ, നമ്മൾ എന്തായാലും ഒരിക്കൽ ഗോരിയെ കണ്ടെത്തും. ഇവിടെ നിന്നെ ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, ഒന്ന് തിരിച്ചു വാ എന്ന് പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞതും ടിവിയിലെ ന്യൂസിൽ ഇന്ന് വലിയൊരു മെറ്റോർ ഷവർ ഉണ്ടാകും എന്ന് പറയാണ്. ഈ വാൽനക്ഷത്രങ്ങളെ കാണുമ്പോൾ എന്ത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചാലും അത് നടക്കും എന്നൊരു വിശ്വാസമുണ്ട്. ജനാലയിലൂടെ ആകാശത്തെ വാനക്ഷത്രത്തെ കാണുന്ന റെന്നും മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ ക്യാനിങ്ങും ഗോരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷ് ദൈവം കേട്ട് കാണണം. തൊട്ടടുത്ത് വന്ന ന്യൂസിലെ വീഡിയോയിൽ റെന്ന് ഗോരിയെ കാണാണ്. അവിടെ കട്ട് ചെയ്താ വീണ്ടും തായ്മിന്റെ ഓഫീസ് കാണിക്കുകയാണ്. അവിടെ വലിയൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തായ്മ മിസ്റ്റർ ലീ എന്ന് പറഞ്ഞ ആളുടെ കമ്പനിയായിട്ട് നടത്തിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഒരു നോട്ടീസും കൂടാതെ ക്യാൻസൽ ചെയ്യാണ്. അതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും മിസ്റ്റർ ലീക്കും അദ്ദേഹത്തിന്റെ കമ്പനിക്കും വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര ടെൻഷൻ ആവുകയും ദേഷ്യപ്പെടുകയും ചെയ്യാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഞാൻ നിങ്ങളുടെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയാണ്. പക്ഷെ നിയമവശങ്ങളെല്ലാം തായ്മിനും തായ്മിന്റെ കമ്പനിക്കും ഫേവറബിൾ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് അവർ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തായ്മിന്റെ അമ്മയും അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഓഫീസിൽ ചെറിയൊരു സീൻ ഉണ്ടാകുന്നു. ഇതൊക്കെ കഴിഞ്ഞതും തായ്മ ആകെ ഡിസ്റ്റർബ്ഡ് ആകുകയാണ്. അവൻ ആഗ്രഹിച്ചതേ അല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗോരിയെക്കുറിച്ചുള്ള പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ വീണ്ടും ആ പഴയ വഴിയിലൂടെ പോകാനേ ആഗ്രഹിക്കുന്നില്ല. സ്വയം ഒരു കല്ല് പോലെയായി മാറുകയാണ്. സീനോടെ കട്ടാകുകയാണ്. പിന്നീട് തായ്മാവിന്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ റെൻ അവനെ കാത്തു നിൽക്കുകയാണ്. റെൻ, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ കോൾ ചെയ്താ നീ എടുക്കില്ലല്ലോ, ഞങ്ങളെ കാണാൻ വരത്തുമില്ല, അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നല്ലേ മതിയാവുള്ളൂ എന്ന് പറയാണ്. റെൻ അവന്റെ നേർക്ക് ഫോൺ നീട്ടിയിട്ട് ഞാൻ ഗോരിയെ കണ്ടെത്തി തായും എന്ന് പറയാണ്. ആ ന്യൂസിൽ നിന്നും അവൻ ക്ലിക്ക് ചെയ്ത ഗോരിയുടെ പിക്ചർ ആയിരുന്നു അത്. ഗോരി എവിടെയാണെന്ന് എനിക്കറിയാം എന്ന് പറയാണ്. ഇതോട് കൂടിയിട്ട് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്.